തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ആണ് പത്രിക പുറത്തിറക്കുക. അതിവേഗ റെയിൽ പദ്ധതി പത്രികയിൽ ഇടം പിടിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആകാംക്ഷയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് BJP അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്ന് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ? ഒരു മുന്നണിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അടങ്ങുന്നതാണ് പ്രകടന പത്രിക. തങ്ങൾ അധികാരത്തിൽ വന്നാൽ, തങ്ങളുടെ MLA-മാർ വന്നാൽ എന്ത് ചെയ്യും ഓരോ മണ്ഡലത്തിലും, അത് സംസ്ഥാനത്തുമെന്ന കൃത്യമായി വിശദീകരിക്കുന്ന പ്രകടന പത്രിക അത് ഇന്ന് BJP ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം പുറത്തിറക്കാൻ പോകുന്നത്. NDA മുന്നണിയാണ്. ഇടതുമുന്നണിയുടെയും UDF-ന്റെയും പ്രകടന പത്രിക ഇനിയും വന്നിട്ടില്ല. UDF നേരത്തെ പ്രകടന പത്രിക ഇറക്കുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രകടന പത്രിക തന്നെ പറയാം. കാരണം രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ 3000-ലേക്കുള്ള വാഗ്ദാനം അടക്കം നൽകിയിരുന്നു. ഇടതുമുന്നണിയിൽ വരാനിരിക്കുന്നു. ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ വന്നാണ് പ്രകടന പത്രിക ഇറക്കുന്നത്. എത്രത്തോളം ഗൌരവത്തോടുകൂടി BJP ഇതിനെ കാണുന്നതിന്റെ തെളിവായി കൂടി നമുക്ക് വിലയിരുത്താം. ദേശീയ അധ്യക്ഷൻ നേരിട്ട് വന്ന പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. അതിന് റോഡ് ഷോ ആറ്റിങ്ങൽ ഉണ്ടാകും. BJPയുടെ പ്രകടന പത്രിക എന്തെല്ലാം ഉണ്ടാകും? വികസനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അവരുടെ മോട്ടോ അതാണ്. വികസിത കേരളത്തിലേക്ക് പോകണമെന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ എയിംസ് ഉണ്ടാകും. വലിയ ചർച്ച എപ്പോഴും BJP നേതാക്കൾ ട്രോൾ ചെയ്യപ്പെടുന്നത് എയിംസിന്റെ പേരിലാണ്. എയിംസ് പോലും അനുവദിക്കാത്ത, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച എയിംസ് പോലും അനുവദിക്കാത്ത പാർട്ടിയാണ് BJP എന്ന വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. അതിവേഗ റെയിൽ പാതയുടെ കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് അറിയേണ്ടതുണ്ട്. വികസനത്തിന്റെ ഏതൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കാനുണ്ട്, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളുണ്ട്, നഗരത്തിന്റെ യാത്രാവേഗം കൂട്ടാനുള്ള എന്തെല്ലാം നടപടികളുണ്ടാകും, അങ്ങനെ ആരോഗ്യരംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ BJPയുടെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അത് ദേശീയ അധ്യക്ഷൻ തന്നെ വന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്നു. BJP ക്യാമ്പിന് ആവേശം പകർന്ന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ജില്ലകളിൽ വന്നിരുന്നു. അമിത്ഷാ വൈകാതെ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഓട്ടമാണ് രേണുക ഇവിടുത്തെ ഹൈലൈറ്റ്. സുധീർ കരമന അക്ഷരാർത്ഥത്തിൽ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ. അദ്ദേഹം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴൊക്കെ ബാസ്കറ്റ്ബോൾ കളിച്ചെന്ന് പറഞ്ഞത് ആ ഒരു ഓർമ്മയിൽ അദ്ദേഹം സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിന് അക്ഷരാർത്ഥത്തിൽ ഓടുകയാണ് സ്ഥാനാർത്ഥികൾ. അത് ഇപ്പോൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കൂടി സ്ഥാനാർത്ഥി ഓടുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒട്ടപ്പാച്ചിലാണ് 3 മുന്നണികളും. അതിനിടയിൽ താരപ്രചാരകരെ, ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് പരമാവധി പ്രചരണത്തിന് ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇന്ന് ക്യാമ്പ് ചെയ്യുന്നു. അതുപോലെ BJPയുടെ ദേശീയ അധ്യക്ഷൻ വരുന്നു. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കൾ വരും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്ന് പോകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. 9 ദിവസം മാത്രം കേരളം പോളിംഗ് ബൂത്തിലേക്ക് മാറാൻ എല്ലാ അടവുകളും എല്ലാ സാധ്യതകളും എടുത്ത് സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. വിഷയങ്ങൾ മാറിമറിയുന്നു. ഡീൽ ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ UDF ഉണ്ടാക്കിക്കൊടുത്ത തന്ത്രം ശബരിമല സ്വർണ്ണക്കൊള്ള പൊറ്റിയേക്കേറ്റ് താരുന്ന പാട്ട്, ആ പാട്ട് പാടിയെത്തിയത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്നലെ. അതിന് മുഖ്യമന്ത്രി മറുപടി സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഡീലിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി സജീവമായി ാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതാണ് അരുണിന്റെ വാക്കുകളിൽ തന്നെ ആവേശമുണ്ട്. അത്രമാത്രം ആവേശത്തിലാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.